ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായതും എന്നാൽ നല്ല ടേസ്റ്റിയുമായുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. ബീഫ് ബിരിയാണി. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ബിരിയാണി റെസിപ്പിയാണ്. പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നാട്ടിലത്തെ ആ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന്. എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ ഏകദേശം നാട്ടിലത്തെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കി കഴിക്കാമെന്ന്. പിന്നെ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കിയ പാട് കഴിക്കാതെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നെയ്ച്ചോറിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ 5 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി 30 മിനിറ്റ് കുതിർത്തി വെച്ചതാണ്. പിന്നെ അരിയൊക്കെ കുതിർത്തതിന് ശേഷം കഴുകരുത്, കാരണം ചില അരിയൊക്കെ പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേണ്ടത് ഗീ ആണ്. 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഗീ. അതുപോലെ വെളിച്ചെണ്ണ 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ. ഉപ്പ് പാകത്തിന്. ഉള്ളി അരമുറി ചെറുതാക്കി മുറിച്ചതാണ്. പിന്നെ വേണ്ടത് ഏലക്കായ 3 എണ്ണം, ഗ്രാമ്പു 5 എണ്ണം, കുരുമുളക് 1/2 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, ഒരു ബേ ലീഫ്, പട്ട ഒരു ചെറിയ പീസ്. പിന്നെ വേണ്ടത് ബീഫാണ്. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം വലിയ പീസാക്കി കട്ട് ചെയ്ത് ക്ലീൻ ആക്കി അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് വെച്ചതാണ്. ഇനി മസാല ആക്കാൻ വേണ്ടി ഉള്ളി 4 എണ്ണം മീഡിയം സൈസിലുള്ളത് ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. പിന്നെ തക്കാളി അതുപോലെ തന്നെ 2 വലിയ തക്കാളിയാണ്, അതും ചെറുതാക്കി മുറിച്ച് വെച്ചത്. ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ. പിന്നെ പച്ചമുളക് ഞാനിവിടെ 7 എണ്ണമാണ് ചതച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചധികം ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ പുതിനയിലയും മല്ലിയിലയും കുറച്ച്. ഗരം മസാല 1.5 ടീസ്പൂൺ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ആ പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഒരു 10-15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5-6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ചാൽ മതി. എൻ്റെത് ഇവിടെ 6 വിസിലാകുമ്പോഴത്തേക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വെന്തതിന് ശേഷം അതിൽ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് തുറന്ന് വെച്ച് മുഴുവൻ വെള്ളം വറ്റിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ബീഫ് വേവുന്ന ടൈമിനിടയ്ക്ക് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 kg ആണ് ഉപയോഗിക്കുന്നത്, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ സാധാരണ ഏത് നെയ്യാണ് ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചാൽ മതി. അതുപോലെ 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം മസാലകളെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മുറിച്ച് വെച്ച ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത്. സാധാരണ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കാറ്. പിന്നെ 5 കപ്പ് അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് എടുക്കാറില്ല, കുറച്ച് കുറവായിട്ടേ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ 5 കപ്പിന് 7 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ ഓൾറെഡി ഞാൻ ഉപ്പ് ചേർത്തതാണ് ഈ വെള്ളത്തിൽ. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ അരി വെള്ളമൊക്കെ വാർത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് അതിനെ തിളക്കാൻ വെക്കാം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പകുതി വേവായതിനു ശേഷം നമുക്ക് തുറന്ന്
ഒന്ന് മിക്സാക്കി കൊടുക്കാം, കാരണം അതിൻ്റെ ഗീയൊക്കെ എല്ലായിടത്തും ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് ഇത് വേവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വെന്തിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് വേവായിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി ചോറാണ്. ഇത് കണ്ടോ, ചോറെല്ലാം വേറെ വേറെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ബീഫിലുള്ള വെള്ളമൊക്കെ ഞാൻ തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുത്തതാണ്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്നിച്ചിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി, ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പം അതിൻ്റെ ആ കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നല്ലോണം ഒന്ന് വെന്ത് ഉടയുന്നത് വരെ വേവിക്കണം. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അത് ഇട്ടുകൊടുത്ത് ഒരു 1-2 മിനിറ്റും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടില്ല, കാരണം ഞാനെടുത്ത തക്കാളി നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ തക്കാളിക്ക് പുളി കുറച്ച് കുറവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ പുതിനയിലയും കറിവേപ്പിലൊക്കെ ഞാൻ സ്വന്തമായി നട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഇവിടെ ഇടാൻ പറ്റിയില്ല, കാരണം ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഈ അടുത്ത വീഡിയോയിൽ അത് ഇടാൻ ശ്രമിക്കാം. അപ്പം നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വളരെ ചെറിയ തീയിൽ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം, കാരണം ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദമ്മിൽ വെക്കാം. ഉപ്പൊക്കെ പാകണമെന്ന് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെയ്ച്ചോറിൽ നിന്ന് ഒരു പകുതി വേണ്ട, അതിൽ കുറച്ച് കുറവായിട്ട് ഒരു വേറെ ബൗളിലേക്ക് മാറ്റാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം. കുറച്ച് മതി. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും. മല്ലിയിലയുടെ പകുതി അളവിൽ മാത്രം പുതിന എടുത്താൽ മതി. പിന്നെ അതിനുശേഷം നമുക്ക് ബീഫ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറ് കവർ ചെയ്യുന്ന വിധത്തിൽ അതിനെ ഒന്ന് പരത്തി കൊടുക്കാം.
അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെയ്ച്ചോറ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാല പൊടിയും മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കളറ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ പാലിൽ ഒന്ന് മിക്സ് ചെയ്തതാണ്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ, വളരെ ചെറിയ തീയിൽ അതിൻ്റെ ആ ആവി വരുന്നത് വരെ നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ ഇവിടെ നല്ലോണം ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊരു പ്ലേറ്റിലേക്കാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറിയൊരു ബൗളിലാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക് യു.